നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു കുടുംബജീവിതം നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു സാധാരണക്കാരൻ്റെ ഒരു രീതി മനസ്സിലായില്ലേ. അതേപോലെയാണ് ആസിഫൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അസീസ് എന്ന് പറയുന്ന പുള്ളി അടിപൊളിയായിരുന്നു. നല്ല അസീസൊക്കെ നല്ല കോമഡിയും കാര്യങ്ങളായിരുന്നു. കൂടെ അഭിനയിച്ച എല്ലാവരും നല്ല വർക്കൗട്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റിംഗ് എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. എന്തായാലും ഒരുപാട് പേർക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ ജീവിതം നമുക്കൊരു വഴിത്തിരിവായിട്ട് ഇത് വരും. എപ്പോഴും നമ്മളൊരു കല്യാണം കഴിച്ചിട്ട് ഒരു കുടുംബ കോടതി നമ്മൾ കയറി ഇറങ്ങാനല്ല നമ്മളൊരു കല്യാണം കഴിക്കുന്നത്. നാളെ നമ്മുടെ ജീവിതം നല്ലതാവാൻ വേണ്ടി, നമ്മളെ കുടുംബത്തിലെ ജീവിതം നാളെ നമ്മളെ മക്കളുടെ ഭാവി നല്ലതാവാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ളൊരു പടമാണ് ഇത്. നല്ല പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, എന്താ സിനിമയുടെ ആ ക്വാളിറ്റി വെച്ചും അതിൻ്റെ ആ കഥ വെച്ചും മേക്കിംഗ് വൈസ് ആയാലും ഒരു 10ൽ 10 കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു മൂവിയാണ്. പിന്നെ ഇത് വേണമെങ്കിൽ ഒരു പുരുഷപക്ഷ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സിനിമകൾ അത്രയും സ്ത്രീപക്ഷ സിനിമകളാണ് അധികം പറയുന്നത് എന്ന് പറയുമ്പോൾ എല്ലാ പുരുഷന്മാരും നല്ലവരൊന്നും എല്ലാ സ്ത്രീകളും മോശക്കാർ അങ്ങനെയൊന്നുമല്ല, എല്ലാവരിലും ഉണ്ട് നല്ലവരും ചീത്തയും. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറയുമ്പോൾ 498A എന്ന് പറയുന്ന നിയമം, അതിൻ്റെ മിസ്യൂസ് അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് 498A, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ അതിനെതിരെ അവർക്ക് പ്രതികരിക്കാനുള്ള ആ ഒരു എടുത്തുപയോഗിക്കാമെന്നുള്ള നിയമം. പക്ഷേ അതിപ്പം മിസ്യൂസ് ചെയ്യാണ്. സ്ത്രീകളായാലും പെൺകുട്ടികളായാലും അവരുടെ വീട്ടുകാരായാലും വളരെയധികം മിസ്യൂസ് ചെയ്യുന്നത്. പിന്നെ ആ കേസൊക്കെ പൺപുരുഷൻ നാണം കെടും. ഈ പറഞ്ഞ പോലെ കോടതിയിൽ കുറേ കേസ് വായിച്ചൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ വരുന്ന ഈ കേസിലെ മെജോറിറ്റിയും തള്ളിപ്പോവുകയാണ്. അത് വെറുതെ വച്ച് കിട്ടുന്ന ഒരു കേസായിട്ടാണ് പല കേസുകളും തള്ളിപ്പോകുന്നത്. അപ്പോൾ അതാണ് ഈ സിനിമയിൽ പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളും പയ്യന്മാരും പിന്നെ അവരുടെ അച്ഛനമ്മമാരും ഡെഫിനറ്റ്ലി വന്ന് കാണേണ്ട. പിന്നെ ഈ പെൺകുട്ടികളെ അച്ഛനമ്മമാർ തന്നെ സ്ത്രീധനം കൊടുത്തങ്ങ് കല്യാണം കഴിപ്പിക്കുക. ആരും പയ്യൻ്റെ വീട്ടുകാരൊന്നും ചോദിക്കാതെ അതിന് നിറയെ ആഭരണങ്ങൾ ഇട്ട് കൊടുത്തേക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അത് കേസാക്കാൻ വേണ്ടിയിട്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പറയുക. പിന്നെ ഇതിൻ്റെ കണക്കൊന്നും ചിലപ്പോൾ പയ്യന്മാരെ വീട്ടുകാർ ചിലപ്പോൾ തൂക്കിയത് നോക്കിയിട്ടുണ്ടാകും. പിന്നെ അത് നഷ്ടപ്പെട്ടെന്ന് പറയുക, അത് അവരുടെ കസ്റ്റഡിയിലാണെന്ന് പറയുക. ഇതൊക്കെയാണ് സിനിമ. വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ്. എല്ലാവരും ഡെഫിനറ്റ്ലി വന്ന് കാണേണ്ട സിനിമ എന്ന് തന്നെ പറയാം. പിന്നെ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആയാലും അതിൻ്റെ എല്ലാം പിന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സ് എല്ലാം, ആസിഫ് അലിയുടെ വളരെ നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ അതിലെ നായികമാർ 2 പെൺകുട്ടികളുണ്ട്. പിന്നെ ജഗദീഷ്, വിജയകുമാർ, ശേഷം കുറേ കാലത്തിന് ശേഷം പുള്ളി നല്ലൊരു വേഷത്തിലുണ്ട്. നല്ല മൂവിയാണ്. 10ൽ 10 കൊടുക്കാൻ പറ്റിയ നല്ലൊരു മൂവി. ഡെഫിനറ്റ്ലി എല്ലാവരും വന്ന് കാണാം. പിന്നെ ഇതൊരു തമാശ സിനിമയൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ്. പിന്നെ അതിനിടയിൽ കുറച്ച് സിറ്റുവേഷൻ കോമഡി, അസീസും പിന്നെ ആനന്ദ് മന്മഥനാണ്. അവർ രണ്ടുപേരും കൂടെയുള്ള കുറച്ച് തമാശ രംഗങ്ങളൊക്കെ മസ്റ്റ് വാച്ച് ഫിലിം തന്നെ എന്ന് പറയുന്നത്. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പ്രത്യേകിച്ച് കണ്ട സംഭവങ്ങളൊന്നും അതിൽ ഇല്ല. പക്ഷേ ക്വാളിറ്റി വൈസ് വളരെ നല്ലൊരു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. എല്ലാവരും കാണേണ്ട പടം. ഒരു അവയർനെസ് കൊടുക്കുന്ന പടമാണ്. നല്ല അഭിനയമായിരുന്നു. എല്ലാം ഈക്വലൈസ് ചെയ്ത് കൊണ്ടൊരു പടം. എടുത്ത് പറയും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വോയിസ് കൊണ്ടുവന്നൊരു പടം. ഒരു ഇക്വാലിറ്റി എന്ന് കറക്റ്റായിട്ട് പറഞ്ഞൊരു പടമായിരുന്നു. ശരിക്കും പടത്തിൽ എന്തെങ്കിലും മെസ്സേജ് ആണോ പടം പറയുന്നത്? കല്യാണം പെട്ടെന്നുള്ള ഡൈവേഴ്സ് ആക്കിയിട്ടുള്ള ആ ഒരു ഓഡിയൻസിന് കണക്ട് ആവും പടം? ഉറപ്പായിട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാം. ഫാമിലിയായിട്ട് കണ്ടിരിക്കാം. എല്ലാവർക്കും എങ്ങനെ കണക്ട് ആവുമെന്ന് അറിയില്ല. കുറച്ച് മെയിൽ ഓറിയന്റഡ് ആണ്. ഞാൻ വലിയ മെയിൽ ഓറിയന്റഡ് പടം വരാറില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല, എങ്ങനെയുണ്ട് പടം? നല്ല കൊള്ളാം. വളരെ നല്ല സിനിമയാണ്. ആസിഫിൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ്. വളരെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്. പടം ശരിക്കും എന്തെങ്കിലും മെസ്സേജാണ് കൊടുക്കുന്നത്? ആണുങ്ങൾക്ക് വേണ്ടി സിനിമ സംസാരിക്കുന്നുണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അതേസമയം നമ്മൾ സാധാരണ കാണാത്ത ആംഗിളിൽ പല സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. കോമഡിയൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. പക്ഷേ കോമഡിയേക്കാളും ഇമോഷണലി കുറച്ച് റിലവൻ്റ് ആണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എടുത്തു പറയാൻ വേണ്ടിയിട്ട് തന്നെ ആസിഫ് അലിയുടെ അഭിനയം തന്നെയാണ്. ആസിഫ് അലി നമ്മുടെ സാധാരണ ഇതിൽ ആസിഫ് അലിയെ കുറിച്ച് ഒരു കോമഡിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിൾ അല്ലാന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഗംഭീരമായിട്ട് കോമഡി ചെയ്തിട്ട് ഒരു പടമാണ്. സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ. അനുഭവത്തിൽ ലൈഫ് തിരിച്ചെങ്ങനെ പിടിക്കാന്നുള്ളതായിരുന്നു മൂവി. ഒരു പ്രശ്നമുള്ള ഒരാൾക്കാർ ഈ സിനിമ പോയി കാണണം. അപ്പോഴും നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കുക, തിരിച്ചു പിടിക്കാൻ പറ്റും. നല്ല മെസ്സേജാണ് കൊടുക്കുന്നത്. ആ മെസ്സേജാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സിനിമ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഈ ഡൈവേഴ്സായി നിൽക്കുന്നവർക്ക് ഒരു മെസ്സേജാണ് ഈ സിനിമ. കോടതി സീൻ ഒരു 15 മിനിറ്റ് ഇത്തിരി ത്രില്ലിംഗ് ആയിട്ട് പോകണം. ബാക്കിയുള്ള സമയമൊക്കെ സീരിയൽ പോലെയാണ് പോണത്. ഇത്രയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. ആ കോടതിയിൽ പറഞ്ഞ ഒരു 15 മിനിറ്റ് അവൻ സംസാരിക്കും, ഒരു ഡയലോഗ് പെണ്ണുങ്ങളെ അവരെ
ആണുങ്ങളുടെ കുറേ ഫീലിംഗ് ഒക്കെ പറ്റി പറയാനുണ്ട്. അതൊക്കെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്. ആ ഒരു 15 മിനിറ്റ് പടം കുഴപ്പമില്ല. ബാക്കിയുള്ള സമയം ഒരു സീരിയൽ പോലെയാണ് പോകുന്നത്.